Dear friends, we are celebrating December 3rd as International Day for Persons with Disabilities. As you know, tourism is extremely close to Kerala. We are called God's own country. When we call ourselves God's own country, it is our mandate that our tourism destinations are open and accessible to everybody. That is why the new Kerala Tourism Policy 2017 does mention that not just our destinations will have extremely world-class facilities, but we will be following the principles of responsible tourism and accessible tourism. ലോകം ഒരു ലോക്ക്ഡൌണിലൂടെ കടന്നുപോയപ്പോൾ മാത്രമാണ് യാത്രകൾ എത്ര പ്രിയപ്പെട്ടതായിരുന്നു, ഓരോ മനുഷ്യന്റെയും മൂവ്മെന്റ് എത്ര പ്രാധാന്യപ്പെട്ടതായിരുന്നു എന്ന് നാം എല്ലാം മനസ്സിലാക്കിയത്. എന്നാൽ മാനസികമായോ അല്ലെങ്കിൽ ശാരീരികമായോ എന്തെങ്കിലും കുറവ് കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ യാത്രകൾ എത്ര പ്രധാനപ്പെട്ടതായിരുന്നു എന്ന് നമുക്ക് വളരെ സൗകര്യപൂർവ്വം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു അവസരമായിരുന്നു ഈ ലോക്ക്ഡൌണും കൊറോണയും നമുക്ക് നൽകിയത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആക്സസിബിൾ ടൂറിസം എല്ലാവർക്കും മാനസിക ഉല്ലാസം കിട്ടുന്നതിന് വേണ്ടിയിട്ട് എല്ലാ നമ്മളുടെ ഡെസ്റ്റിനേഷനുകളും പ്രത്യേകിച്ച് നമ്മുടെ പ്രകൃതിയുമായി ആൾക്കാർക്ക് ഇഴുകിച്ചേർക്കാനായിട്ട് ഉള്ള ഒരു അവസരം ഒരിക്കലും നിഷേധിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. എല്ലാവർക്കും യാത്രയിലൂടെയാണ് ശാരീരികവും മാനസികവുമായിട്ടുള്ള ഉല്ലാസം കിട്ടുന്നത്. അപ്പം അതിനു വേണ്ടിയിട്ട് ഹോട്ടലുകൾ പോലും വീൽ ചെയർ ആക്സസിബിൾ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് പ്രാധാന്യം നൽകുന്നത്. നമ്മുടെ പല ഡെസ്റ്റിനേഷനുകളിലും ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അനുഭവിച്ചറിയാനുള്ള സൗകര്യങ്ങളുണ്ട്. ഞാൻ കേരളത്തിലും അതുപോലെ തന്നെ തമിഴ്നാട്, കർണാടക സ്റ്റേറ്റിലും ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട്. നമ്മുടെ മുച്ചക്ര സ്കൂട്ടറിൽ വീൽ ചെയർ കെട്ടിവെച്ചിട്ട് തന്നെയാണ് യാത്ര ചെയ്തിട്ടുള്ളത്. ഇതിൽ കേരളത്തിൽ യാത്ര ചെയ്തിട്ട് എനിക്ക് തോന്നിയ ഒരു ബുദ്ധിമുട്ട്, ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ പൂർണ്ണമായിട്ടും വീൽ ചെയർ സൗഹൃദമല്ലാത്ത ഇടങ്ങളാണെന്നുള്ളതാണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് നമ്മൾ സഞ്ചാരത്തിന് കൂടുതലായിട്ട് കണ്ടെത്തുന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രകൃതി ആസ്വദിച്ച് യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളാണ്. കേരളത്തിലെ എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും വീൽ ചെയർ സൗഹൃദമാക്കാം. അതുപോലെ തന്നെ വീൽ ചെയർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബാത്റൂമുകൾ, ഭിന്നശേഷിക്കാരെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള പ്രത്യേക പാർക്കിംഗ്, ഈ സംവിധാനങ്ങളൊക്കെ കേരള ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കാര്യങ്ങളെ അപേക്ഷിച്ച് ഇത്തവണത്തെ ഭിന്നശേഷി ദിനത്തിന് ഒട്ടും വർണ്ണപ്പൊലിമ ഇല്ലാത്തൊരു ദിനം കൂടി. കാരണം കോവിഡ് എന്നൊരു വലിയ മഹാമാരി നമ്മോടൊപ്പം നമുക്കിപ്പോൾ ഇപ്പോഴും അപ്പോൾ അതിനെ അതിജീവിച്ചാണ് നമ്മൾ മറ്റുള്ളവരെ അപേക്ഷിച്ച് കുറച്ചുകൂടെ സ്ട്രഗിൾ ചെയ്താണ് നമ്മൾ പല കാര്യങ്ങളെയും നേരിടുന്നത്. യാത്രകൾ എന്ന് പറയുന്നത് എപ്പോഴും എന്നെ സംബന്ധിച്ചൊരു എനിക്കൊരു പാഷനാണ്. വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണല്ലോ, വല്ലാത്തൊരു ആക്രാന്തമാണ് എനിക്ക് യാത്രകൾ. ഞാൻ എങ്ങനെ പോയാലും ഒരു വർഷം 100 യാത്രയ്ക്കുള്ളിൽ ഞാൻ ഇപ്പോഴും ചെയ്യാറുണ്ട്. ഈ വർഷം ആണ് കോവിഡ് കാരണം നമുക്ക് യാത്രകൾ ചെയ്യാൻ കഴിയാതെ പോയി. അതിലൊരുപാട് സങ്കടമുണ്ട്. എന്നിരുന്നാലും വൈകല്യം ഒരു കാരണമായിട്ട് യാത്രയിൽ എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം എൻ്റെ സൗകര്യങ്ങൾക്കനുസരിച്ചിട്ട് എൻ്റെ പാതയിലൂടെയാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. അപ്പോൾ അതൊരു വലിയൊരു പ്രശ്നമേ അല്ല. എന്നിരുന്നാലും യാത്ര പോയി നമ്മൾ എത്തിപ്പെടുന്ന സ്ഥലങ്ങൾ, ഡെസ്റ്റിനേഷൻസുകളിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ നിലവിൽ ടൂറിസം മേഖലയിൽ നല്ല ഉണർവാണ് ഭിന്നശേഷിക്കാരെ സംബന്ധിച്ച്. കാരണം എല്ലായിടവും ഡിസേബിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലങ്ങൾ, റാമ്പുകൾ, മറ്റ് സൗകര്യങ്ങൾ. പക്ഷേ കുറച്ച് നാൾ മുമ്പ് വേറെ നേരത്തെയൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും അത്തരം സാഹചര്യങ്ങളില്ലാത്ത സ്ഥലങ്ങളുണ്ട്. അതൊക്കെ ചില പോരായ്മകൾ തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മോട് കാണിച്ചിട്ടുള്ള ഒരു അപ്രോച്ച് വളരെ പോസിറ്റീവായിട്ടാണ് തീർച്ചയായിട്ടും. കാരണം ഞാൻ തിരുവനന്തപുരത്ത് പൊന്മുടി ആയാലും, നമ്മുടെ കൊല്ലത്തുള്ള തെന്മല ആയാലും, പിന്നെ മൂന്നാർ, മറയൂർ, മലമ്പുഴ, അതിരപ്പള്ളി, പറമ്പിക്കുളം, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഈ ഇക്കോ ടൂറിസം അല്ലെങ്കിൽ വൈൽഡ് ലൈഫായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്. എന്നോടും നല്ല സപ്പോർട്ട്. പ്രത്യേകിച്ച് പറമ്പിക്കുളത്തൊക്കെ ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നുണ്ട്. അവിടുത്തെ ഉദ്യോഗസ്ഥർ നമുക്ക് വേണ്ടിയിട്ട് പ്രത്യേക സമയമെടുത്ത് നമ്മളെ കാട്ടിലേക്ക് കൊണ്ട് ഓരോ മൃഗങ്ങളെയും മറ്റൊരു സാഹചര്യങ്ങൾ കാണിച്ചെന്നൊരു വളരെ സന്തോഷകരമായിട്ടുള്ള, വളരെ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ചില സാഹചര്യം. അതൊക്കെ വളരെ നന്ദിയോടുകൂടി ഞാൻ ഈ സമയത്തിൽ ഓർക്കും. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെയും ഭിന്നശേഷിക്കാരായവരുടെ അവരുടെ പാരൻസുമാരുടെ ഫാമിലിയൊക്കെ ആയിട്ട് ഇങ്ങനെ യാത്രകൾ പോകാറുണ്ട്. അങ്ങനെ ഒരിക്കൽ മലമ്പുഴ പോയ സമയത്താണ്, മലമ്പുഴ ഈ ഡാമിന് മുകളിലൂടെ റോപ്പ് വേയുടെ ക്യാബിനുണ്ട്. അപ്പോൾ അത് കാണുന്ന ഭയങ്കര ഭംഗിയുള്ളൊരു സംഭവമാണ്. പക്ഷേ അപ്പോൾ നമ്മൾ അതുവരെ വളരെ ആവേശത്തിലായിരുന്നു. അപ്പർ ഡാമെല്ലാം പോയി മേളിലെ കണ്ടു, പാർക്കിലേക്ക് കയറി സ്നാക്ക് പാർക്കൊക്കെ കണ്ട് ബാക്കിയെല്ലാം കൊണ്ട് വളരെ രസിച്ച് ഇവിടെ കയറാനായിട്ട് വരുമ്പോൾ ഒരു 10-20 പടിക്കെട്ട് സ്റ്റെയർ
വില്ലനായിട്ട് എൻ്റെ മുന്നിൽ നിൽക്കുക. എല്ലാവരും ഒന്ന് പകച്ചു നിന്നുപോയി, ഞാനടക്കം. കാരണം ഞാൻ വീൽ ചെയറിലാണ്, എൻ്റെ കൂടെ വരുന്ന ഒരു മെജോറിറ്റി ആൾക്കാർ വീൽ ചെയർ സഞ്ചരിക്കുന്നവരാണ്. വളരെ കുറച്ച് പേർക്ക് ചെറിയ സഹായം കൊണ്ട് ഈ സ്റ്റെയറൊക്കെ നടന്ന് കയറാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ എന്താ പറ്റിയ കയറാൻ കഴിയില്ല, എല്ലാവരോടും പകച്ചു നിൽക്കുക. പക്ഷേ ഞാൻ മുട്ടിലഴിഞ്ഞ് കയറി. കാരണം മുട്ടിലഴിഞ്ഞ് കയറാനുള്ള കാരണം എനിക്ക് കാണണമെന്നുള്ള എൻ്റെ ഒരു തീവ്രമായൊരു ആഗ്രഹം, അത് ഞാൻ നിറവേറ്റുന്നു. കാരണം എന്നെ സംബന്ധിച്ച് വളരെ തീവ്രത, എനിക്ക് അത് കാണുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അല്ലാതെ മാർഗം എന്നെ സംബന്ധിച്ചൊരു പ്രശ്നമേ അല്ലായിരുന്നു. പക്ഷേ കൂടെ വന്ന പലർക്കും അത് അച്ചീവ് ചെയ്യാൻ പറ്റാതെ, അത് വളരെ വിഷമമുണ്ടായിട്ടൊരു സംഭവമാണ്. ഒരു പക്ഷേ അവിടെ റാമ്പ് ചെയ്യാൻ കഴിയും. എന്തായാലും തീർച്ചയായിട്ടും യാത്രകളെ കുറച്ചുകൂടെ പ്രോത്സാഹിപ്പിക്കുക. ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് കുറച്ച് ചെറിയ ചെറിയ ക്യാമ്പുകൾ, 1 day 2 day പോലുള്ള ചെറിയ ചെറിയ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് വളരെ നന്നായിരിക്കുന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ഈ മൂന്നാറിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു നാച്ചുറൽ ക്യാമ്പിന് അവസരം കിട്ടിയിട്ടുണ്ട്. ഏതാണ്ട് ഞങ്ങളൊരു 10-20 പേര് പങ്കെടുത്തൊരു നല്ല ക്യാമ്പാണ്. അപ്പോൾ ഈ പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ ഉദ്യോഗസ്ഥരുടെ ഒരു സമീപനവും ആറ്റിറ്റ്യൂഡും ഏറ്റവും ഭയങ്കര പോസിറ്റീവായിട്ട്, വളരെ മോട്ടിവേറ്റഡ് ആയിട്ടും അവർ വളരെ സിമ്പതിക്കായിട്ടൊന്നുമില്ല. അവർ വളരെ കാര്യമായിട്ടാണ് നമ്മളെ ശുശ്രൂഷിക്കുന്നത്, നമ്മളെ വളരെ സ്നേഹമായിട്ടാണ്. നമുക്ക് പ്രത്യേക സൗകര്യങ്ങളൊക്കെ ഒരുക്കി തരുമ്പോൾ അത് പ്രത്യേക സന്തോഷമാണ്. There are over 1 billion people on this planet with disabilities, and like all of us, they want to travel, they want to do things. They want to do things like horse riding, surfing, trekking, hiking, snorkeling, and everything that you and I want to do, and there is no reason they cannot. It is not a problem of their own physical or mental boundaries. It is a problem usually of access. So the first thing we need to do in becoming a barrier-free destination is to ensure that access to locations is taken care of for people with disabilities. The other thing that plays an important role is that we must have staff who are trained and have the right attitude. In terms of sheer numbers, if you look at it as an investor, people with disabilities spent over $17 billion last year on travel. That is expected to rise to $100 billion plus in 2025. They form 1/6 of the world's population. There is no reason why you should deny entry to 1/6 of the world to whatever you do. We have more than 60 ecotourism destinations in Kerala. Most of these destinations offer an excellent opportunity for the tourists to come close to the nature, at the same time giving opportunity for conserving the ecosystem and providing a livelihood to the local people. The new Kerala Tourism Policy 2017, we have come up with a new project called Barrier Free Kerala Tourism. As per this project, we have converted more than 100 tourism destinations completely accessible. What we mean by making tourism destinations accessible is that all the beautiful locales, all the tourism amenities should be accessible by persons with disabilities. With that in mind, we have set up ramps with handrails at various places. We have made all our toilets differently able friendly. We have put signages in braille. We have given voice over commands wherever required. We have come up with even mobile apps which are making our tourism destinations information friendly to the people with the persons with disabilities. Not just that, even the pathways have been made differently able friendly by having special tactile tiles included in the project. With these infrastructure, we believe all our tourism destinations within Kerala will become accessible to all the persons, including persons with disabilities. As we know, we call our destinations tourism for all. When we say that, we believe that all our tourism destinations in future will also become accessible for persons with disabilities. As part of our initiatives to help the persons with disabilities, the Tenmala Ecotourism Promotion Society has come out with a braille brochure. We have developed a website which is disabled friendly with sign languages. Namaskaram. Tenmala is India's first plant. We also have developed a navigation-based application for people with disabilities. Tenmala is India's first planned ecotourism destination. We are extending our efforts in this direction. The efforts which have been done in Tenmala especially, and also in Thrissur and in various other districts, have won us international laurels. Especially the effort in Thrissur, the Barrier Free Kerala Tourism Project, have won the United Nations
WTO award. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഭിന്നശേഷി സൗഹൃദമാക്കുക എന്ന സർക്കാർ നയം അനുസരിച്ച് പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം ഇതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ള ആദ്യ ജില്ലയാണ് തൃശ്ശൂർ. DTPCയുടെ കീഴിലുള്ള എല്ലാ പ്രധാന കേന്ദ്രങ്ങളിലും റാമ്പുകൾ, ഭിന്നശേഷി ശൗചാലയങ്ങൾ, മുലയൂട്ടൽ കേന്ദ്രങ്ങൾ, ബ്രെയിലി ബ്രോഷറുകൾ, ദിശാസൂചികകൾ, ടച്ച് സ്ക്രീൻ കിയോസ്കുകൾ, ഓഡിയോ സൈൻ ആപ്പ്, വീൽ ചെയർ, സ്റ്റിക്കുകൾ എന്നിവ സജ്ജമാക്കിയിട്ടുണ്ട്. തൃശൂർ ജില്ലയിൽ നടപ്പിലാക്കിയ ഭിന്നശേഷി സൗഹൃദ വിനോദസഞ്ചാര പദ്ധതിക്ക് 2019 ആക്സസിബിൾ ഡെസ്റ്റിനേഷൻ അവാർഡുകളിൽ ഉയർന്നു വരുന്ന ഡെസ്റ്റിനേഷനുകൾക്ക് ഒരു പ്രത്യേക പരാമർശമാണ് ജില്ലയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ അംഗീകാരം ലഭിച്ച രാജ്യത്തെ ഏക കേന്ദ്രം തൃശ്ശൂരാണ്. Given this context, our Honorable Minister and Government of Kerala has decided that henceforth all the new tourism destinations which are coming up will be 100% differently abled friendly structures, and all the previous structures will be converted into universally accessible structures. So with this encouragement, we believe that we have mainstreamed accessibility in our DNA of God's Own Country campaign. This December 3rd, 2020 will circulate this message across the world that Kerala tourism is accessible for all. Thank you.